എനിക്കുണ്ടാവുന്ന പകുതി എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാല് എപ്പോഴും ഞാൻ വൈറലായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ ആലോചിച്ചു എനിക്കത് കാണിക്കണ്ട, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. ഞാൻ അവിടെ എല്ലാവരുടെയും ഡ്രസ്സ് ഇല്ലാണ്ട് തന്നെ ഞാൻ നടന്നു. പിന്നെ അവര് ഈ വജനന്റെ ഏരിയയിൽ മാത്രം കവർ ചെയ്തൊരു ഡ്രസ്സല്ല, ഈ പശുവിന്റെ എന്തിന്റെ തോലാണ്. ആ തോല് വെച്ച് അവരിങ്ങനെ മറക്കുന്നുണ്ട്. മെൻസ്ട്രൽ പാഡ് ഇല്ല, എന്താ പറയാ, മെൻസ്ട്രേഷന്റെ ടൈമിലൊന്നും അവർ വാട്ടർ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ എനിക്ക് എന്താ പറയാ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ മറ്റിങ്ങനെ വണ്ടറായിട്ട് ഞാൻ സോറി ചോദിക്കണു, എനിക്കറിയില്ല. മേ ബി ഇന്ത്യയിൽ നിൽക്കാത്തതുകൊണ്ടായിരിക്കും റൂൾസ് അറിയാം. ആർക്കാലും മിസ്റ്റേക്ക് പറ്റില്ലേ, വ്ളോഗറായിട്ട് മിസ്റ്റേക്ക് പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ പബ്ബിൽ പോകാറുണ്ട്, ബാറിൽ പോകാറുണ്ട്. ഓൾ നൈറ്റ് ഞാൻ ഡാൻസ് ബാറിൽ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും റീൽസിൽ പോലും മേ ബി ഒന്നോ അങ്ങ് ഇട്ടിട്ടുള്ളൂ. ഇനി എവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണം ഏറ്റവും ആഗ്രഹം? എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പാകിസ്ഥാൻ പോകാനാണ്. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് CC എന്ന് പറഞ്ഞു. ഈ വീഡിയോ ഇടുന്ന 99% ആൾക്കാരുടെയും കോണ്ടന്റ് എന്ന് പറയുന്നത് അവർക്ക് കോണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കോണ്ടന്റ് ആണ് അവരുടെ കോണ്ടന്റ്. ഫസ്റ്റ് തിങ് എന്റെ പാരന്റ്സ് എൻ്റെ അടുത്ത് നീ എന്തിനാ അങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇതാക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യേണ്ടത്? പിന്നെ ഈ പറയുന്ന ആരും എന്നെ അവരുടെ ചെലവിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. ഇതൊരു ക്രിയേഷൻ അല്ലേ? ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ക്രിയേഷൻ ആയിട്ട് തോന്നണമെങ്കിൽ അവരോടൊന്നും എനിക്ക് കട്ട പുച്ഛം. ഇന്ത്യൻ ഗേളിനെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കിസ് ചെയ്ത് നോക്കാം. ഓൾറെഡി അതിനു മുന്നേ 10 വണ്ടിയിൽ എനിക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഈവൻ അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാ. ജീവിതമാണല്ലേ. കോഴി വളർത്തുന്ന പോലെ തന്നെ ഡോഗിനെ വളർത്തിട്ട് അവരതിനെ കൊല്ലും. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ ഷോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കാണുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായി. അത് ട്രൈ ചെയ്യാൻ പോലും, അത് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. വാലും ആ ഒരു സ്കിന്നും ഒന്നും അത് കളയില്ല. അത് കഴിക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഉറപ്പ് ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഈ പലയിടത്തും പോകുമ്പോൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭക്ഷണം ഏതായിരിക്കും ചോദിച്ചാൽ? അത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം എന്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും പറ്റില്ല, കഴിക്കാൻ ട്രൈ ചെയ്യാൻ പോലും പറ്റില്ല. ഒന്ന് ഫിലിപ്പൈൻസിലെ ബലൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അവരുടെ ലോക്കൽ ഡിഷാണ്. അതെന്ന് പറഞ്ഞാൽ വിരിയാനായിട്ടുള്ള മുട്ടയാണ്. അതായത് വിരിയാനായിട്ടുള്ള മുട്ട അവർ ബോയിൽ ചെയ്തിട്ട് സോസ് ഇട്ടിട്ട് കഴിക്കും. അത് നെക്സ്റ്റ് ഡേ അവിടെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ അത് വിരിഞ്ഞ് കുഞ്ഞായിട്ടുണ്ടാവും. അങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിലിങ്ങനെ അതിൻ്റെ ചിറകും ബ്ലാക്ക് കളറായിട്ടുള്ള എംബ്രിയോ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായി. അത് ട്രൈ ചെയ്യാൻ പോലും, അത് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. അത് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീഡിയോ എടുക്കാൻ തന്നെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്താ പറയാ, എലീനെ ചുട്ടിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ വിറ്റിട്ട് നടക്കുന്നുണ്ടാവും, കഴിക്കുന്നുണ്ടാവും. അപ്പൊ അതും എനിക്ക് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അതിന്. നമ്മളെ നാട്ടിലൊക്കെ എലി ചത്ത് കഴിഞ്ഞ ഒരു സ്മെല്ലില്ല, അതുപോലത്തെ സ്മെല്ല് തന്നെയാണ് ഈ ഒരു സംഭവത്തിന്. വേറെ ഇവര് ക്ലീൻ ചെയ്തിട്ടൊന്നുമല്ല, എലിയെ കൊല്ലുന്നു, അങ്ങനെ ജസ്റ്റ് ഒന്നുമില്ലേ ബോയിൽ ചെയ്യുന്നു അല്ലെ ഗ്രില്ല് ചെയ്യുന്നു. അല്ലാണ്ട് ആ ഒരു വാലും ആ ഒരു സ്കിന്നും ഒന്നും അത് കളയില്ല. അത് കഴിക്കണ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു വൃത്തികെട്ട ഫീലാണ്. അതിന്റെ ഒരു സ്മെല്ലും കൂടെ ആവുമ്പോ എന്താ ഭയങ്കര ഇത് കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈവൻ അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുള്ളതാ. പുഴു മറ്റേ ഈ ഉറുമ്പുകളില്ലേ, വലിയ ഉറുമ്പുകളുടെ മുട്ട, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനമുണ്ട് ഫ്രൈഡ് റൈസ് പോലെ ഇരിക്കുന്നത്. അത് ഞാൻ കംബോഡിയയിൽ നിന്ന് ഉറുമ്പിന്റെ മുട്ടയും പിന്നെ എന്തിന്റെയൊക്കെയോ വൈറ്റ് കളറിലെ എഗ്സ്, ചെറിയ അങ്ങനത്തെ വലിയ ആൻസിന്റെ എന്തോ എഗ്സ് ആണ്, അതെല്ലാം മിക്സ് ചെയ്ത സാധനമൊക്കെ ഞാൻ കഴിച്ചു നോക്കുന്നു. പിന്നെ കുറെ പ്രാണികളുടേത്, കറുത്ത വണ്ട്, ഗ്രാസ് ഓപ്പർ, ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ല ട്രൈ ചെയ്തിട്ട് മറ്റേ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിയേർഡ് കോമ്പിനേഷൻ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഗ്രാസ് ഓപ്പർ കുറച്ച് കേരളത്തിൽ വെള്ളമല്ല ഫുഡായിരുന്നെങ്കിൽ ആൾക്കാർ മറ്റേ തിന്നാൻ പറ്റുന്ന മറ്റേ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇട്ടേനെ ഇതും കൂടെ. അത് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫീൽ ഇല്ല. അത് ഗ്രാസ് ഓപ്പർ ആണെന്ന് ചിന്തിച്ചിട്ട് കഴിക്കുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അത് മൈൻഡിൽ ഒന്നും തിങ്ക് ചെയ്യാണ്ട്, കാരണം അത് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മളെന്തെങ്കിലുമൊക്കെ കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുള്ളൂ. അതുപോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രിൽഡ് ആയിട്ടുള്ള പുഴു ഇപ്പോ ഈ നാഗാലാൻഡിലൊക്കെ ഭയങ്കര കോമൺ ആണ്. മറ്റേ ഫെസ്റ്റിവലിന്റെ ടൈമില്
എന്തായിരുന്നു നാഗാലാൻഡിലല്ലേ പട്ടീനെ തിന്നുന്നത്? ആ പട്ടീനെ തിന്നിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട്. ആണോ? വൺ ടൈം ട്രൈ ചെയ്തിട്ട് അതും എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വൊമിറ്റ് ചെയ്തു ഓൾറെഡി. ആ ജസ്റ്റ് 1 പീസ് കഴിച്ചുള്ളൂ. കാരണം എനിക്ക് ഡോഗ് ഉണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് ഭയങ്കര ഇതുള്ളതുകൊണ്ട് ഭയങ്കര കണക്ട് ആയതുകൊണ്ട് ഒരു ഹ്യൂമൻ മീറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന സെയിം സിറ്റുവേഷൻ ആണ് എനിക്ക് ഡോഗിന്റെ മീറ്റ് കഴിച്ചപ്പോഴും ഉണ്ടായത്. കാരണം അതെനിക്ക് പിന്നെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല. എന്തോ ഞാൻ ചെയ്തു എന്നുള്ള. പക്ഷെ ഞാൻ കഴിക്കാതിരുന്നെങ്കിലും അവരെല്ലാരും കൊല്ലും. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചാക്കിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ട് കാണാം. കോഴീനൊക്കെ വിൽക്കുന്ന പോലെ ഡോഗുകളെ ഇങ്ങനെ അങ്ങോട്ട് നോക്കാനേ ബുദ്ധിമുട്ട്. നമ്മുടെ നാട്ടിലെ പോലെ അവിടെ ഇറങ്ങി പട്ടി നടക്കില്ല? ആ നടക്കുന്ന പട്ടികളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കോഴി വളർത്തില്ലേ, ഈ കോഴി വളർത്തുന്ന പോലെ തന്നെ ഡോഗിനെ വളർത്തിട്ട് അവരതിനെ കൊല്ലും. എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ കാര്യം. ഷോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോ നമ്മൾ കാണാത്തൊരു ജീവിത രീതിയും നമ്മൾ കാണാത്തൊരു സംഭവങ്ങളും കാണുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ നോർമൽ ഡ്രസ്സിങ്ങിന്റെ സംഭവങ്ങളില്ലേ, അത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ആ കൾച്ചറൽ ഷോക്കാണ്. നമ്മൾ കാണാത്തൊരു കാര്യം വേറൊരാള് ചെയ്യുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഇതായിരിക്കും. കോമൺ അല്ലാത്തൊരു കാര്യം ഉണ്ടല്ലോ, അതാണ്. എനിക്ക് കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഷോക്കായിരുന്നു മറ്റേ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള ഒരു. അത് ഏതാ സ്ഥലം ആക്ച്വലി? ഞാൻ ഫസ്റ്റ് എത്യോപ്യ പോയപ്പോ 3 years മുന്നേ ഞാൻ അവിടുന്ന് എർബോറ ട്രൈബ്സ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. അങ്ങനെ ആ ഒരു ട്രൈബ്സിലെ ആളുകളുടെ കൂടെ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാന് അങ്കോള എന്ന് പറഞ്ഞ രാജ്യത്തും ഞാൻ അവിടെ ഒരു ട്രൈബ്സിലെ ആൾക്കാരുടെ കൂടെ ഞാൻ നിന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ലൈക്ക് അങ്കോളയിലുള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് അറിയാം ഇത് എയറിലാവുന്നു, ചില സമയത്ത് അങ്ങനെ തോന്നും. അപ്പോ അത് ഞാൻ അവോയ്ഡ് ചെയ്യും. എനിക്ക് ഉണ്ടാവുന്ന പകുതി എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാല് എപ്പോഴും ഞാൻ വൈറലായിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ ആലോചിച്ചു എനിക്കത് കാണിക്കണ്ട, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. ഞാൻ അവിടെ എല്ലാവരുടെയും ഡ്രസ് ഇല്ലാണ്ട് തന്നെ ഞാൻ നടന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ ഹിംബ എന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട് നമീബിയയിലെ. അവിടെ പോയ സമയത്ത് ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. എനിക്ക് സ്ട്രൈക്കും കിട്ടിയായിരുന്നു. 82,000 ഫോളോവേഴ്സ് ഒക്കെ പോയിട്ടുണ്ടായി സ്ട്രൈക്ക് കിട്ടിയിട്ട്. എന്റെ പേരൊന്നും സെർച്ച് ചെയ്താൽ വരില്ലായിരുന്നു. അത് ഇങ്ങനെ ഞാൻ ന്യൂഡിറ്റി അല്ലേ, അത് ബ്ലറാക്കി ഇട്ടാൽ പോലും അത് ഇപ്പോ AI ഒക്കെയാണ് നോക്കുന്നത് തോന്നുന്നു. സോ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇടയ്ക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ കിട്ടിയായിരുന്നു. അപ്പൊ അത് പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവര് ലൈഫിൽ ഒരിക്കലും കുളിക്കില്ല. ലൈഫിൽ ഒരിക്കലും അവര് കുളിക്കില്ല. നമ്മള് കുളിക്കുന്നത് നമ്മൾ ഹൈജീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടില്ല. അവര് ഹൈജീൻ ആകുന്ന ഒരു സംഭവം ഉണ്ട്, റെഡ് കളറിൽ സാധനം മേലിത്തേക്കും. അത് അവര് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അത് അവര് കഴുകി കളയുന്ന വെള്ളമൊന്നും കൊണ്ടല്ല? ഇല്ല, കഴുകി കളയില്ല. അത് പോവും, ഓൾറെഡി ഇങ്ങനെ പോവുമല്ലോ. പോകുമ്പോ വീണ്ടും ആ സാധനം തേക്കും. പിന്നെ അവര് ഈ വജനന്റെ ഏരിയയിൽ മാത്രം കവർ ചെയ്തൊരു ഡ്രസ്സല്ല, ഈ പശുവിന്റെ എന്തിന്റെ തോലാണ്. ആ തോല് വെച്ച് അവരിങ്ങനെ മറക്കുന്നുണ്ട് ഇവിടെ മാത്രം. അപ്പൊ അത് അവരിങ്ങനെ അലക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പുക, എന്തോ ഒരു ടൈപ്പ് സംഭവം ഇട്ടിട്ട് ഇങ്ങനെ സ്മെല്ലുള്ള ഒരു സംഭവം അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പുക ഇടും. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. അപ്പൊ അത് ആ ഡ്രസ്സിനൊക്കെ ആ നല്ല സ്മെല്ലായിരിക്കും. മെൻസ്ട്രൽ പാഡ് ഇല്ല, എന്താ പറയാ, മെൻസ്ട്രേഷന്റെ ടൈമിലൊന്നും അവര് വാട്ടർ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ എനിക്ക് എന്താ പറയാ ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ മറ്റിങ്ങനെ വണ്ടറായിട്ട് മറ്റേ ഏതോ വേൾഡില് ഏതാ ഈ മെൻസ്ട്രേഷനെ പറ്റിയിട്ടൊക്കെ അവര് ബോധേഡല്ലേ പൊട്ടും? അതൊന്നും അവർക്ക് അവൈലബിൾ അല്ല. അവർ ആ കാട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കതൊന്നും അവൈലബിൾ അല്ല. പിന്നെ അവർക്ക് ആ പണ്ടത്തെ രീതി വിട്ടിട്ട് പുറത്തേക്ക് പോകാനും താല്പര്യമില്ല. ഈ പറഞ്ഞ എന്താ പറയാ ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊക്കെ തന്നെയാണ് മെൻസ്ട്രൽ ടൈമിൽ അവർ യൂസ് ചെയ്യുന്നതും. ഓക്കെ, ക്ലീൻ ചെയ്യാനാണെങ്കിലും ഇതേ പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാഷ്റൂം പോയാലും ഇലയും കാര്യങ്ങളൊക്കെയാണ്, ടിഷ്യൂ പേപ്പറൊന്നും അല്ല, ഇലയും ഇതൊക്കെ വെച്ചാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. കുടിക്കാനും പിന്നെ കുക്ക് ചെയ്യാനും വേണ്ടി വളരെ കുറച്ച് വെള്ളം ദൂരെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അതാണ് അവരാകെ യൂസ് ചെയ്യുന്നത്. പിന്നെ റബ്ബർ പോലെ ഇരിക്കുന്ന ബീഫും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഹണ്ട് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ചുട്ടിട്ടാണ് കഴിക്കുന്നത്. ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വരുമൊന്നുമില്ല വലിച്ച അത്രക്ക് ഇത്. ഞാൻ പിന്നെ ആപ്പിളും സംഭവങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലായിട്ട് എപ്പോഴും നടക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും എല്ലാത്തിനും ഇന്ന് അവിടെ എനിക്ക് ഫുഡ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് കഴിക്കും. കാരണം പിന്നെ ഇഷ്ടമല്ലാത്ത ചില ഫുഡുകൾ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. മീൻസ് അതിന്റെ സ്മെല്ലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോസ് ഇടാൻ പറ്റാണ്ട് നമുക്ക് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങളുണ്ടോ? കുറെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പെട്ടെന്ന് അങ്ങനെ ഞാൻ ഭയങ്കര മറവിയുള്ള ഒരാളാണ്. കുറെ നോക്കുമ്പോ നല്ലതാണ്. നമ്മളിങ്ങനെ വീഡിയോ നമുക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു, പക്ഷെ വീഡിയോ
ഇല്ല അങ്ങനെയല്ല, ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമ്മള് ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ട് ഓടുന്ന സാഹചര്യം ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ നോക്കും, നമ്മളെ സേഫ്റ്റി നോക്കും. എന്നിട്ടും പറയും ഇനിയിപ്പോ ഇൻ കേസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് പറയും ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. സോ അതേപോലെ നമ്മുടെ ഇപ്പോ റീസെന്റ് 2 മാസം മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോ ഉണ്ടായിരുന്ന ഹൈദരാബാദ് യാത്ര, അതിനകത്ത് ആ ട്രെയിനിലെ ഇഷ്യൂ, അത് കുറെ പേര് ലീഗലി കുറെ സംസാരിക്കുന്നുണ്ട്. കമന്റ് ബോക്സിൽ കുറെ ലോയേഴ്സിനെ ഞാൻ കണ്ടു. അതായത് മറ്റേ 11 മണിക്ക് അത് വൈറലായിരുന്നു, ഞാനത് നോക്കിയിട്ടേ ഇല്ല. അത് വൈറലായിരുന്നു കുട്ടി. അതായത് എല്ലാരും പറയുന്നു, അതായത് 10 മണി കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഫുഡ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു, അത് കേട്ടിട്ട് അപ്പുറത്ത് വേറൊരാള് പ്രതികരിക്കുന്നു, ഒരു ചെറുക്കൻ പ്രതികരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അരുണിമ പറയുന്നുണ്ട് ഞങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കും. അപ്പം കമന്റില് കുറെ പേര് പറയുന്നത് എന്നാ വിളിക്കും, നിങ്ങൾ തന്നെ എടുത്തോണ്ട് പോവുക. ആദ്യം 10 മണി കഴിഞ്ഞ് സ്ലീപ്പർ കോച്ച് സംസാരിക്കാൻ പാടില്ല. ലൈറ്റ് ഓഫ് അറിയില്ലായിരുന്നു. എന്താ ഞാൻ സോറി ചോദിക്കണു, എനിക്ക് അറിയില്ല. മേ ബി ഇന്ത്യയിൽ നിൽക്കാത്തോണ്ടായിരിക്കും റൂൾസ് അറിയാം. ആർക്കാലും മിസ്റ്റേക്ക് പറ്റില്ലേ, വ്ളോഗർ ആയതുകൊണ്ട് മിസ്റ്റേക്ക് പറ്റില്ല എന്നൊന്നും ഇല്ലല്ലോ. ഒരു ട്രാവലർ ആണെങ്കിലും മിസ്റ്റേക്ക് പറ്റില്ലോ. അപ്പൊ അതിന് ഞാൻ സോറി ചോദിക്കണു, എനിക്ക് അറിയില്ലായിരുന്നു 10 മണിക്ക് ശേഷം സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. 10 PM to 6 AM സ്ലീപ്പിംഗ് ടൈം ആണ്. അപ്പൊ അതിന് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ട്, അവളും ഞാനും ജസ്റ്റ് സംസാരിച്ചതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ അരുണിമയുടെ നമ്മൾ വീഡിയോസ് കാണുമ്പോ എപ്പിസോഡ് 1, എപ്പിസോഡ് 2, ഇപ്പൊ നമ്മൾ ഓരോ രാജ്യത്തിന് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു 8 എപ്പിസോഡ് ആണെങ്കിൽ അതിനകത്തൊരു 4 എണ്ണം തംബ്നെയിൽസ് കുറച്ചും കൂടി ഇങ്ങനെ ആൾക്കാരെ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവൾ ചെയ്യുന്നതാണ്. അത് സംഭവങ്ങൾ ഇവൾ റീക്രിയേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു റീക്രിയേറ്റ് അല്ല, ജനറേറ്റ് സ്വന്തമായി അവരുടെ സമ്മതത്തോടെ ഇവളുടെ സമ്മതത്തോടെ ചെയ്തിട്ട് അവൾ അത് കണ്ടന്റ് ആക്കുന്നതാണ്, അതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഞാൻ എന്റെ ബാഡ് എക്സ്പീരിയൻസ് ആയാലും ഗുഡ് എക്സ്പീരിയൻസ് ആയാലും ഇടും. ചിലപ്പോൾ 8 എപ്പിസോഡ് കഴിയുമ്പോഴായിരിക്കും 9ാമത്തെ എപ്പിസോഡിൽ ബാഡ് എക്സ്പീരിയൻസ്, അപ്പൊ അതായിരിക്കും ഇടുന്നത്. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് തിങ് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. എന്റെ ട്രാവൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കുണ്ടാവുന്ന എല്ലാ സംഭവങ്ങളാണ് ഞാൻ ഇടുന്നത്. അതിലും എനിക്ക് തോന്നുന്നു ഒരു 50% ഞാൻ ഇടുന്നുള്ളൂ. ആ 50% ഞാൻ പബ്ബിൽ പോവാറുണ്ട്, ബാറിൽ പോവാറുണ്ട്, ഓൾ നൈറ്റ് ഞാൻ ഡാൻസ് ബാറിൽ ഉണ്ടാവാറുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും റീൽസിൽ പോലും മേ ബി ഒന്നോ ഇട്ടിട്ടുള്ളൂ. അപ്പോ അതൊക്കെ എൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്. ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും കൺട്രിയിൽ പോകുമ്പോൾ ലൈക്ക് അവിടെ പരിചയപ്പെടുന്ന ആൾക്കാർ, ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ പുറത്തൊക്കെ പോകുന്നുണ്ടാവാം. അപ്പൊ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനായിട്ട്. എസ്പെഷ്യലി യൂറോപ്യൻസിനൊന്നും ഒരുപാട് പേർക്ക് വീഡിയോസ് എടുക്കുന്ന ഇഷ്ടമല്ല. ആ സമയത്ത് ഞാൻ വീഡിയോസ് എടുക്കാറില്ല. അവരുടെ കൂടെ ചിലപ്പോൾ വേറെ വാട്ടർഫാൾസിൽ പോയിട്ടുണ്ടാവും, അതൊന്നും ഞാൻ എടുക്കാറില്ല. അവർക്ക് ഇപ്പൊ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞാൻ വീഡിയോ എടുക്കുന്നത് കുറയും. അപ്പൊ എല്ലാ വീഡിയോസും ഞാൻ ഇടാറ് പോലുമില്ല. അപ്പൊ ആൾക്കാർക്ക് എന്ത് പറയാലോ, ഇങ്ങനെ എന്താ പറയാ എക്സാജറേറ്റ് ചെയ്തിട്ട് പറയാം. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ഇതിന് മാത്രം ടൈം എവിടെയാന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തിങ്ക് ചെയ്ത് നെഗറ്റീവ് പറയുന്ന ഒരു സമയത്ത് ഗുഡായിട്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നാടിനെങ്കിലും എന്തെങ്കിലും ഇതുണ്ടാവും. അതെ, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് വേറൊരാൾക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഞാൻ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നല്ല, എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതാരും തിങ്ക് ചെയ്യുന്നില്ല. ഞാൻ നെഗറ്റീവ് മാത്രം ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാം അങ്ങനെയല്ലോ. ഇപ്പൊ എന്നെ പറ്റി പറയുന്നവരൊക്കെ അവരെന്താ ചെയ്യുന്നത്, അവര് നെഗറ്റീവ് മാത്രം മറ്റുള്ളവരെ റീച്ചുള്ള വീഡിയോ എടുത്തിട്ട് അവരെ കുറ്റം പറയുവാണ്. ഒരു എന്താ പറയാ, ഇങ്ങനെ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ മോശമാക്കി കാണിക്കുവാണ് ഒരാളെ. ഞാൻ ഒരാളെ മുഖത്ത് നോക്കി ഈ വ്യക്തി മോശമാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോയിൽ പോലില്ല. ഞാൻ എന്റെ ട്രാവൽ എക്സ്പീരിയൻസും ഞാൻ എന്റെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇടുന്നത്. അതിലുള്ള ഗുഡും ബാഡും ആണ് ഇടുന്നത്. അല്ലാണ്ട് ഞാൻ ഒരാളെ സ്പെസിഫൈ ചെയ്ത് നെഗറ്റീവ് ആക്കാൻ നോക്കുന്നില്ല. ഈ വീഡിയോ ഇടുന്ന 99% ആൾക്കാരുടെയും കോണ്ടന്റ് എന്ന് പറയുന്നത് അവർക്ക് കോണ്ടന്റ് ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കോണ്ടന്റ് ആണ് അവരുടെ കോണ്ടന്റ്. നമ്മൾ ഓരോ ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് ഫോറിനേഴ്സ് വരാറുണ്ട്. അപ്പം അവരുടെ അടുത്ത് അവരൊരു ക്യാമറ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഒന്നാണത്, ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് മാന്യമായി പെരുമാറും. ഇത് ഇത്രയും വീഡിയോ എടുത്തിട്ടാണ്, ഇപ്പം വേറൊരു ലിഫ്റ്റ് അടുത്തൊരു വണ്ടിയിൽ കയറുമ്പോൾ പോലും ആൾക്കാരുടെ അടുത്ത് വീഡിയോ എടുത്തോണ്ട് അരുണിമ ഇരിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഉമ്മ വെക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്നത്, ഇതൊക്കെ ശരിക്കും നടക്കുവോ, ഇതൊരു ക്രിയേഷൻ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ക്രിയേഷൻ ആയിട്ട് തോന്നണമെങ്കിൽ അവരോടൊന്നും എനിക്ക് കട്ട പുച്ഛം, വേറെ ഒന്നും പറയല്ല. കാരണം ഞാൻ ഓൾറെഡി സൺസെറ്റിന്റെ വീഡിയോ എടുത്തിട്ട് ക്യാമറ ഇങ്ങനെ തിരിക്കുന്നതിന്റെ ഇടയിലാണ് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക. അതും റീക്രിയേഷൻ ആണെന്ന് പറയുന്നെങ്കിൽ എനിക്കൊന്നും പറയാല്ല അവരോട്. ആൾക്കാർ എടുത്ത് ചോദിക്കുന്നത് അതായത്
ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് അപ്പൊ അവരെന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അത് നമുക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ വേറെ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ, ആൾക്കാർ ക്ലാരിഫിക്കേഷൻ ചോദിച്ചത് നമുക്ക് ഞാൻ വെച്ചു ക്ലാരിഫിക്കേഷൻ കൊടുത്തു പോവാം. എനിക്കൊന്ന് തുർക്കിയിൽ വെച്ച് തന്നെ ഉള്ള ഒരു ഇൻസിഡന്റിലാണ് ഇന്ത്യൻ ഗേളിന് ഇതുവരെ കിസ് ചെയ്തിട്ടില്ല, കിസ് ചെയ്ത് നോക്കാം എന്ന് പറയുന്ന ഒരു, അതന്നെയാണ് ഇത് ആ വീഡിയോ എടുക്കുന്നല്ലേ. അതിനകത്ത് അല്ലല്ലോ, അത് എവിടെയോ ഇറക്കിയിട്ട് പിന്നെ അയാളുടെ വണ്ടിയിൽ തന്നെ തിരിച്ചു കയറി പോയത്. അത് ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഈ കുട്ടി അങ്ങനെ പെരുമാറിയ? അതെ, അതിൽ കാരണം ഞാൻ പറയാം. ഓൾറെഡി അതിനു മുന്നേ 10 വണ്ടിയിൽ എനിക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. സെയിം കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചു. ഓൾറെഡി എന്റെ വേറെ വ്ളോഗർ ആയിട്ടുള്ള എന്റെ ഒരു ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാൻ പറയും കൂടെ ചെയ്തു. ഞാൻ എന്നിട്ട് പറയും കൂടെ ചെയ്ത് എന്തേലും കോള് എന്താ പറയാ ലൈവിൽ ഉണ്ടായിരിക്കണം, ഞാൻ വിളിക്കുമ്പോൾ എടുക്കണം എന്തേലും. കാരണം അത് മാത്രല്ല എന്റെ തുർക്കിയിലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട്. ആളോടും ഞാൻ പറഞ്ഞു. അതിൽ 10 എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞാൻ ആകെ 2 ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. 12 ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് വേറെ ഉണ്ടായി. അപ്പോ എന്താ പറയാ, എല്ലാവരും സെയിം സംഭവം ചോദിക്കുന്നത്. ഞാൻ ഇതുവരെ എന്താ പറയാ ഇന്ത്യൻ പെൺകുട്ടീനെ ഇതാക്കിയിട്ടില്ല ആ സംഭവം. പക്ഷെ ഒരു വീഡിയോയിൽ എന്തോ ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരൊന്നും എന്നെ അറ്റാക്ക് ചെയ്തില്ല, അവരാരും എന്നെ കേറി പിടിച്ചില്ല. ഈവൻ എന്താ പറയാ അങ്ങനെ സംസാരിക്കുമ്പോ ഇതാക്കോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവരിത് ചോദിക്കുന്നു, ഞാൻ പറയും നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് സംസാരിക്കുമ്പോൾ അവർ ഓക്കെ എന്ന് പറയും. ചിലര് സോറി പറഞ്ഞവരാണ്. സോ നമ്മൾ എന്തിനാ അത് കെയർ ചെയ്യുന്നത്? അങ്ങനെയാണ് എനിക്ക് ഹിച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല എൻ്റെ ഒരു ബിഹാറി ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഇതുപോലെ കുറെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അവൾ ഹിച്ച് സ്റ്റോപ്പ് ചെയ്തു. ഹിച്ച് ആയിരുന്നു, അങ്ങനെ തുർക്കിയിൽ നിന്ന് തന്നെ ഇതുണ്ടായിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫിലിപ്പൈൻസിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഫ്ലേട്ടിംഗ് ആണ്, ഭയങ്കര റൂഡാണ് ഇവിടുത്തെ ആൾക്കാര്, ലൈക്ക് പെൺകുട്ടികളോട് ഭയങ്കര ഇതാണ്, ഫ്ലർട്ടിങ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല എനിക്കെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പൻ്റെ അടുത്ത് പറഞ്ഞു ആണുങ്ങളാണ് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും. അപ്പൊ ഞാൻ എന്നിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു പുള്ളിക്കാരിക്ക്. ഇത് പ്രായം കുറഞ്ഞ ആളാണ്, എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലല്ലോ, നമ്മള് വഴിയിൽ നിന്ന് കണ്ട ആൾക്കാരാണ്, പിന്നെ ഇസ്താംബുളിൽ നിന്ന് കുറെ പേരെ പരിചയപ്പെട്ടു, അവരൊക്കെ എൻ്റെ അടുത്ത് നൈസായിരുന്നു പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ടിട്ട് ഫുൾ ബാഡ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആലോചിച്ച് നോക്ക്, ഞാൻ ആ പറഞ്ഞ സെയിം സംഭവമല്ല, എന്താ പറയാ മുന്നാഫ്രിക്ക പോയപ്പോ എനിക്ക് ബാഡ് ഉണ്ടായില്ല, പിന്നീട് ഉണ്ടായി. സെയിം സംഭവമായിരുന്നു ഇതും. എല്ലാ ടൈമിലും ഒരേപോലെ ഞാനിപ്പോ ഒരാളെ പറ്റി മോശമാക്കി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, മനസ്സിലായോ? അപ്പോൾ പൈസ മേ ബി കിട്ടുമായിരിക്കും കൂടുതൽ, പക്ഷെ എനിക്ക് ഭയങ്കര ഹേർട്ടായി അല്ലെങ്കിൽ എനിക്കത് ഇടണം അങ്ങനെ തോന്നിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ബാഡ് എക്സ്പീരിയൻസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടും ഞാൻ ചില സമയത്ത് വീഡിയോ എടുത്തിട്ട് പോലും ഇടാണ്ടിരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഓർക്കുന്നില്ല എന്ന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്കങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പൈസ കുറവാന്ന് തോന്നിയെങ്കിൽ അങ്ങനെ ഇടാനാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കാം. ഞാൻ കുപ്രസിദ്ധി ആഗ്രഹിക്കുന്നില്ല സീരിയസ്ലി. എന്നെ അറിയുന്ന ആൾക്കാർ ആരും എൻ്റെ അടുത്ത് എന്താ പറയാ നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഒരാൾ പോലും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ഫസ്റ്റ് തിങ് എൻ്റെ പാരന്റ്സ് എൻ്റെ അടുത്ത് നീ എന്തിനാ അങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇതാക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യേണ്ടത്? പിന്നെ ഈ പറയുന്ന ആരും എന്നെ അവരുടെ ചെലവിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്, അല്ലെ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്റെ വീഡിയോ കാണുന്നത്, അതിന്ന് കിട്ടുന്ന പൈസ വെച്ചാ ഞാൻ യാത്ര ചെയ്യുന്നത്. ഈ പൈസയുടെ കാര്യം തന്നെ എനിക്ക് തോന്നുന്നില്ല എത്ര യൂട്യൂബേഴ്സ് ഇങ്ങനെ കാണിക്കുന്നു എനിക്ക് ഇത്രയാണ് എന്റെ റവന്യൂ. ഞാനൊരു വീഡിയോ എടുത്ത് നോക്കിയിട്ട് ഞാൻ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത്, നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ അത് ഓൾറെഡി ഞാൻ റീസെന്റ് അല്ലേ കാണിച്ചത്, അത് മുന്നേ തൊട്ടേ മീൻസ് അതിനു മുന്നേ ഏൺ ചെയ്യുന്ന ഡോളർ ഡിഫറൻസ് അല്ലേ. ഇപ്പൊ 88 ഡോളറിന്. അതിനും ഞാൻ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു 75 സംതിങ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ അറിയില്ല, കറക്റ്റ് ഓർക്കുള്ള. അതിൽ കയറും. പിന്നെ ഈ കാണിക്കുന്ന എമൗണ്ടിന്ന് ഓൾറെഡി ഇത്ര ഡോളർ വെച്ച് കുറഞ്ഞിട്ടാ നമുക്ക് വരിക. ആണല്ലേ? അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണും എന്റെ പൈസ എനിക്ക് ഇത്രയാണ്, നിങ്ങൾ കാണും. അതിൽ ആൾക്കാർ എപ്പോഴും പറയുന്നത് ഇത്രയും പൈസ കിട്ടിയില്ലേ എന്നാ ചോദിക്കുന്നത്. ഇത്രയും പൈസ കൊണ്ട് ഇത്രയും രാജ്യം പോയില്ലേ എന്നല്ല ആരും ആലോചിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ എന്താ പറയാ പൈസ കിട്ടിയിട്ടും എന്തുകൊണ്ട് സ്വന്തമായിട്ട് പൈസ മുടക്കി റൂം എടുത്ത് താമസിക്കുന്നില്ല? എന്തുകൊണ്ട് പബ്ലിക് ആരെങ്കിലും ഒരാൾ ട്രാവൽ ചെയ്ത ആളാണെങ്കിൽ ഇത് ചോദിക്കാൻ പോലും നിൽക്കില്ല. അവർക്കറിയാം ഇത്രയും പൈസ ഒന്നും തികയോ പോലും ഇല്ല. മേ ബി ഒരു 10 രാജ്യം പോകാൻ പറ്റുമായിരിക്കും ആ പൈസ വെച്ചിട്ട്, അതിൽ കൂടുതൽ ആർക്കും പോകാൻ പറ്റില്ല. ഈവൻ ചില സമയത്തൊക്കെ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് 60,000-70,000 രൂപയൊക്കെ ആയിരിക്കും. കരീബിയൻ ഐലൻഡ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്റെ യാത്രാ രീതി ഹിച്ച് ഹൈക്കിംഗ് ആണ്, അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത്. ഇനി മേ ബി ഞാൻ ഒരു ബില്യണർ ആയി എന്ന് വിചാരിക്കും, എന്നാലും ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്യും. അതെന്റെ പാഷനാണ്. സോ പാഷൻ ആയിട്ടുള്ള കാര്യം പൈസേനെ വെച്ച് ഡിഫൈൻ ചെയ്യണമല്ലോ.
അല്ലെ അരുണിമേനെ എല്ലാവർക്കും അറിയുന്നതും അങ്ങനെ തന്നെയല്ലേ, ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഞാൻ നേരത്തെ ഉള്ള സമയത്ത് അരുണിമ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ലൈഫിൽ എന്റെ അച്ഛനും അമ്മയും പോലെ, നേരത്തെ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും പോലെ എന്നോട് അങ്ങനെ ഒന്നും ചോദിക്കാറില്ല, പക്ഷെ ഞാൻ ഒരു റിലേഷൻഷിപ്പിലായപ്പോ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. ഇപ്പൊ അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു ടോക്സിസിറ്റി ഭയങ്കര ടോക്സിക് ആയിരുന്നു അതോ? ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്. അപ്പൊ ആ ഒരു ടോക്സിസിറ്റി മാറിയിട്ടുള്ള ലൈഫ് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും മെയിൻ ആയിട്ട്? ഇല്ല, ഞാൻ കുറച്ച് നാൾ ഒരു റിലേഷനിൽ ഉണ്ടായിരുന്നു. ആ റിലേഷനിൽ ഞാൻ എത്ര ഫുള്ളി ഹാപ്പി അല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു, അതെന്റെ പാസ്റ്റാണ്, ഞാൻ അത് വിട്ടു. എനിക്ക് എന്താ പറയാ, ബി നൈസ് ടു എവരി വൺ, അതാണ് എന്റെ മൈൻഡ് സെറ്റ്. ഈവൻ ഇപ്പൊ എന്നെ പറ്റി മോശം ചെയ്യുന്ന വീഡിയോ ചെയ്ത ആളുകളും നാളെ എന്റെ അടുത്ത് സോറി പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. കാരണം എനിക്ക് ആരോടും ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാനെന്നല്ല, ട്രാവൽ ചെയ്യുന്ന ഓരോ വ്യക്തികളും അങ്ങനെയാണ്. ഇപ്പൊ ചിത്രനുണ്ടല്ലോ, അപ്പൊ ചിത്രനെ നമ്മള് കുറെ പേര് പറയുന്നിട്ടുണ്ട്, ട്രാവലർ എന്നൊക്കെ പറഞ്ഞ ചിത്രന സുഹൃത്തുക്കളെ എന്ന് വിളിക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടോന്ന്. അപ്പം ഇപ്പം മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മുടെ ഇവിടുത്തെ മന്ത്രിയായിട്ട് ഞാനൊരു ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്, അപ്പം അവരുമായിട്ടൊക്കെ നമ്മൾ ഒരു കൊളാബ് രീതിയിൽ നോക്കുന്നുണ്ട്, പല ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും? എനിക്ക് കാലിക്കറ്റിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കാലിക്കറ്റിലെ കളക്ടറാന്ന് തോന്നുന്നു 2 years മുന്നേ കണ്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുറത്ത് ഓൾറെഡി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ റീസെന്റ് എനിക്ക് തോന്നുന്നു 2-3 weeks മുന്നേ എങ്ങാണ്ടോ ഒരു എന്താ പറയാ കേരള ടൂറിസത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതില് എൻ്റെ ഒരു ട്രാവൽ സെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചിരുന്നു. അപ്പോഴും ഞാൻ പുറത്തായിരുന്നു. അതുപോലെ തന്നെ മാതൃഭൂമിന്റെ എന്തോ കാലിക്കറ്റ് തന്നെ വെച്ചൊരു പരിപാടിക്ക് വിളിച്ചപ്പോഴും എല്ലാ പ്രോഗ്രാമിനും വിളിക്കുമ്പോൾ ഞാൻ പുറത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇതുവരെ അങ്ങനെ ഒന്നും ഗവൺമെന്റ് സംഭവങ്ങൾ കേരള ടൂറിസത്തിന്റെ ഒന്നും അങ്ങനെ ഇതുവരെ ഒന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര വിഷമം തോന്നി അങ്ങനെ പോണെന്ന്. കാരണം എന്റെ ഫ്രണ്ടാ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഇനിയൊരു അവസരം വന്നപ്പോ നമ്മള് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പോവും. പക്ഷെ ഞാൻ നാട്ടിലില്ലാത്തപ്പോ എനിക്ക് എന്താ പറയാ ഫ്ലൈറ്റ് എല്ലാം എടുത്ത് വന്ന്, കാരണം ഞാനിപ്പോ പോകുന്ന സമയത്ത് ഓൾറെഡി ബൈ റോഡാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്ലൈറ്റ് എടുത്തല്ല പോകുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് പോയി അടുത്ത രാജ്യത്തേക്ക് ലിഫ്റ്റ് അടിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് എമർജൻസി ഇല്ലാതെ ഞാൻ ഒരിക്കലും ഫ്ലൈറ്റ് എടുത്ത് ബാക്ക് ടു ഇന്ത്യ വരാറില്ല. ഓക്കെ. ഇപ്പം യാത്രകൾ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആണല്ലോ. ഇപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ലവ് ലൈഫിൽ പെട്ടുപോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഇനി അവിടുന്ന് വരണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ഒരാളുമായി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ട്രാവലേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അത്രത്തിൽ അടുത്ത് പോയി പിന്നെ അവിടുന്ന് വരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അരുണിമേനെ എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ടുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്സ്? ഇല്ല, എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിലേഷൻഷിപ്പിൽ മതിയാക്കിയോ? അല്ല, അങ്ങനല്ല. ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ചിന്താഗതി വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈവൻ നാട്ടിൽ വരുന്ന സമയത്താണ് എന്റെ ഫുഡ് പ്രിഫറൻസസ് ഒക്കെ കുറച്ച് ചേഞ്ച് ആവും. അതായത് ഇഷ്ടമല്ലാത്ത ഫുഡാണ് ഞാൻ കഴിക്കില്ല. പുറത്താണെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അപ്പോൾ ഞാൻ കഴിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എന്തും റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ആരോടും അങ്ങനെ നമുക്കൊരു അട്രാക്ഷൻ തോന്നുമല്ലോ ആളുകളെ കാണുമ്പോൾ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് വായ നോക്കാറുണ്ട്. അല്ലാണ്ട് ഒരു പ്രണയം അങ്ങനെയൊന്നും എനിക്ക് ട്രാവലിനിടയിൽ ആരായിട്ടും. നമ്മൾ ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോഴാണെങ്കിലേ ചില ആൾക്കാർ ഈ യാത്ര കുറിപ്പുകളിൽ ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ അങ്ങനെ ഒരാള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചിലപ്പോൾ ഒരു ഫീച്ചർ ഒക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്ര യാത്രകൾ ചെയ്തിട്ടുള്ള ആളല്ലേ, ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ഒക്കെ കേൾക്കാറുണ്ടാവും ചോദിച്ചു. ഇല്ല, ഞാൻ അങ്ങനെ പ്രണയത്തിനിടയിൽ അങ്ങനെ ഒന്നും യാത്രയുടെ ഇടയിൽ അങ്ങനെ പ്രണയിക്കാനൊന്നും ഓൾറെഡി എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ യാത്രയാണ് പ്രണയിച്ചത് ആളുകളെല്ലാം. അത് കൊള്ളാം. ഞാൻ ആക്ച്വലി ഇത് ചോദിച്ചപ്പോ ഫസ്റ്റ് ഇത് വരുമെന്ന് വിചാരിച്ചു. ഇല്ല, അതെന്റെ മൈൻഡിലുണ്ട്, അത് എന്നെ അറിയുന്നവർക്കും അറിയാം. ഓക്കെ. ഇനി എവിടെ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹം? എനിക്ക് ഇപ്പൊ റീസെന്റ് ഞാൻ വന്നപ്പോ ഇന്ത്യൻ എംബസിയിൽ അവര് ചോദിച്ചു, യമനിൽ പോയിട്ടുണ്ടോ, സിറിയ പോയിട്ടുണ്ടോ, ലിബിയ പോയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് സീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ
അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോകും, പക്ഷെ എല്ലാ കൺട്രിയും കഴിഞ്ഞിട്ട് എന്നാ ലാസ്റ്റ് പോവാ എന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പാകിസ്ഥാൻ പോവാനാണ്. അപ്പോ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഡയറക്റ്റ് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാകിസ്ഥാൻ കൈൻഡ് ഓഫ് ഡ്രീം കൺട്രി ആണ്, ഏറ്റവും അടുത്ത് കിടക്കുന്നു. അങ്ങനെ ഇപ്പൊ ലോകം മൊത്തം എല്ലാ കൺട്രീസും പോണം, പക്ഷെ പാകിസ്ഥാൻ ഇങ്ങനെ മനസ്സിലൊരു ഡ്രീം ആയി കിടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ ടെറൈൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ? എനിക്കറിയില്ല, എന്തോ പണ്ടോട്ടെ ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് അങ്ങനെ പറയില്ലേ, നമ്മൾ സംസാരിക്കുമ്പോ ഫ്രണ്ട്സുകൾ തമ്മിൽ അടിയാണെങ്കിൽ പാമ്പും ഗീരി അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന സംഭവം. സോ എന്തുകൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ യാത്രകൾ ചെയ്തു തുടങ്ങിയപ്പോ ഒരുപാട് പാകിസ്ഥാനി ഫ്രണ്ട്സുകളെ കിട്ടി, ഒരുപാട് ആളുകളെ കണ്ടുമുട്ടി യാത്രേന്റെ ഇടയിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് നല്ല ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇന്ത്യൻസ് ആന്ന് പറഞ്ഞ് നമ്മളെ ഹേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അത് തിരിച്ചുമില്ല. എനിക്ക് തോന്നുന്നു GCC കൺട്രീസിലുള്ള ആളുകൾക്ക് അറിയാം അവിടെ കംപ്ലീറ്റ്ലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷനും, ഒരുമിച്ച് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യനും പാകിസ്ഥാനി ആളുകളും റൂം ഷെയർ ചെയ്യുന്നവരൊക്കെ GCC കൺട്രീസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇങ്ങനെ പോണം, എന്താ അറിയില്ല, ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇനി അടുത്ത് ശരിക്കും എങ്ങോട്ടാ? ഇല്ല കാനഡ എല്ലാം ഞാൻ നെക്സ്റ്റ് ഇയറേ പോകുന്നുള്ളൂ. ഇപ്പോ ഓൾറെഡി എന്താ പറയാ ഏപ്രിൽ വരെ എനിക്ക് തോന്നുന്നു സ്നോഫോൾ ആയിരിക്കും. സ്നോ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, ഇഷ്ടമാണ്, 2-3 ഡേയ്സ് ഓക്കെയാണ്. അതിൽ കൂടുതൽ ട്രാവൽ ചെയ്യാനും നമുക്ക് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ വെസ്റ്റ് ആഫ്രിക്കയ്ക്കാണ് പോകുന്നത്. അപ്പൊ കാര്യമായി റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പൊ അറിയാണ്ട് പറഞ്ഞു. സ്പെയിന് പോവും, പിന്നെ അങ്ങനെ യൂറോപ്പ് പോയിട്ട് അവിടുന്ന് കണക്ട് ചെയ്തിട്ട് വെസ്റ്റ് ആഫ്രിക്ക. അവിടെ വിസാസ് ഒക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കിട്ടാൻ. ആഫ്രിക്കൻ കൺട്രീസ് എന്നാണ് തോന്നുന്നില്ല കുറച്ച് അധികം ഭയങ്കരമായിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസസ്. അതെ, നല്ല രീതിയിൽ ഡിഫറെന്റ് ആണ്. കാരണം ഞാൻ വെസ്റ്റ് ആഫ്രിക്ക സൈഡ് പോയിട്ടേ ഇല്ല, ഞാൻ സെൻട്രലും ഈസ്റ്റ് ഒക്കെയാണ് പോയത്. അപ്പോ നോർത്തും പോയിട്ടില്ല. അങ്ങനെ മൊറോക്കോന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ എന്റെ ഒരു കമന്റ് ഉണ്ട്, അന്റാർട്ടിക്കക്ക് എന്താ പോവാത്തേന്ന്. അത് ഫിനാൻഷ്യലി കുറച്ച് ബാക്കപ്പും കൂടെ വേണം. എനിക്ക് തോന്നുന്നു 10 lakhs ഒക്കെ എടുക്കും തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒരുപാട് വ്ളോഗേഴ്സ് പോയിട്ടുണ്ട്, എനിക്ക് അറിയുന്നവർ തന്നെ. അപ്പോ ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സേവിങ്സ് ഉണ്ടായിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്. യാത്രകൾ ചെയ്യുന്നു, വീഡിയോസ് ഇടുന്നു, കിട്ടുന്നു, അതിങ്ങനെ ബാലൻസ് ആയി മാനേജ് ചെയ്ത് പോകുന്നു. ഒരുപാട് അത്ര വിചാരിക്കുന്ന ഇൻകം കിട്ടുന്നില്ലല്ലോ. അപ്പൊ 10 ലക്ഷം ഒന്നും ഇപ്പൊ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മേ ബി ഞാൻ എപ്പോഴാണോ പറ്റുന്ന അപ്പൊ പോവും, എന്തായാലും പോണം. ഈ പാകിസ്ഥാനിൽ പോയൊരു വ്ളോഗറാണ് ഷെറിൻ. അപ്പം നിങ്ങൾ ഈ വ്ളോഗേഴ്സ് തമ്മിൽ, ഈ ട്രാവൽ വ്ളോഗേഴ്സ് തമ്മിൽ, ഇപ്പൊ ചിത്രൻ അങ്ങനെ കുറെ പേരുണ്ടല്ലോ, ഇവരൊക്കെ തമ്മിലൊരു ബന്ധമുണ്ടോ ശരിക്കും? എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ട്രാവൽ വ്ളോഗേഴ്സിനെയും അറിയാം. ചിലരെ പേഴ്സണൽ ആയിട്ട് അറിയാം. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അങ്ങനെ കമ്പനി ഉണ്ട്, അല്ലാണ്ട് കൈൻഡ് ഓഫ് ഗ്രൂപ്പോ കാര്യങ്ങളും ഇല്ല. പക്ഷെ ചില ആൾക്കാരെ പേഴ്സണലി, ചിത്രനെല്ലാം എന്റെ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോ അതുപോലെ ഷെറിൻ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ വിസേന്റെ ആവശ്യങ്ങൾക്കൊക്കെ, ആൾ അർജന്റീന പോയിട്ടുണ്ടായിരുന്നു, അന്റാർട്ടിക്കൊക്കെ. അപ്പോ ഞാൻ ചിലയിലും ബൊലീവിയയിലും ഉണ്ടായ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായി അർജന്റീനന്റെ വിസ എങ്ങനെയാണ്. ആള് പറഞ്ഞു $400 ആവും ഓൺലൈനിൽ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ ഞാൻ യാത്ര ടുഡേ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ സൗദിന്ന് കണ്ടു എന്ന് പറഞ്ഞേ. അപ്പോ ആളിനായിട്ടും അങ്ങനെ സംസാരിക്കും, ലൈക്ക് അവിടെ ഉള്ള സമയത്ത് കാണാറുണ്ട്. അങ്ങനെ പിന്നെ നാജി നൗഷി എന്ന് പറഞ്ഞ അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരായിട്ടും ഞാൻ എന്താ പറയാ കോണ്ടാക്ട് ഉണ്ട്. ലൈക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ട്രാവലെങ്കിലും ആണെങ്കിൽ. പിന്നെ യാസിനെല്ലാം എനിക്ക് ഇപ്പൊ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്, വിസേന്റെ കാര്യങ്ങള്. അങ്ങനെ പിന്നെ എനിക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ട്രാവലേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവര് നല്ല ക്ലോസ് ആണ്. പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ടോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. നിങ്ങൾക്കിടയിലൊക്കെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമോ? അങ്ങനെ കോമ്പറ്റീഷന്റെ ആവശ്യമുണ്ടോ? കാരണം എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഓരോരുത്തർക്കും ഓരോ യൂണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോ ഫോളോവേഴ്സ് വന്നതിന് തന്നെ ഒരു റീസൺ ഉണ്ടാവും. ട്രാവൽ ചെയ്യുന്നു, ലോകം കാണിക്കുന്നോണ്ടായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും, ചിലവർക്ക് സിംപ്ലിസിറ്റി ആവാം, ചിലവരുടെ ഇൻഫോർമേറ്റീവ് ആവാം, ചിലരത് എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള വില്ലേജസ് കാണിക്കും. ഞാനിപ്പോ സിറ്റി വീഡിയോസ് ഇടുന്ന സമയത്ത് എല്ലാവരും പറയും, നിന്നിന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വില്ലേജസും അവിടുത്തെ കൾച്ചറും ഫുഡും ആളുകളുടെ ലൈഫ് സ്റ്റൈലാണ്, ആ രാജ്യത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഫാമിങ് കാര്യങ്ങൾ, ഇതൊക്കെയാണെന്ന് പറയും. എനിക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റും ആണ്. അപ്പൊ ഞാനത് കാണിക്കുമ്പോൾ എൻ്റെ മുഖത്തും ആ എക്സൈറ്റ്മെന്റും ഇതെല്ലാം ഉണ്ടാവും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്. അതാണ് ആളുകൾ കാണാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്.
ഓക്കെ. അപ്പൊ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അല്ല കമ്പയർ ചെയ്യല്ല, നമ്മളിങ്ങനെ ഒരാള് അയ്യോ അവരിങ്ങനെയാണല്ലോ, ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അല്ല ഇത്ര രാജ്യം പോലെ, അതിന്റെ ആവശ്യമില്ല. അല്ല ഇപ്പം യൂട്യൂബേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എനിക്കറിയില്ല ഞാനെങ്ങനെ ഞാൻ ഒരാളെ ഞാൻ അളക്കുന്നത് വിലയിരുത്തുന്നതും അല്ലെ എന്റെ മനസ്സിൽ അവർക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നത് അവർ ഇത്ര രാജ്യം പോയതുകൊണ്ടോ അവരുടെ ഫോളോവേഴ്സ് ബേസിലോ അല്ല. അതൊക്കെ എന്ന് വേണേ പോവാലോ. ഞാൻ ആ വ്യക്തികൾ എങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ളതിലും പിന്നെ ഞാൻ എന്താണോ ആ വ്യക്തിയിൽ കണ്ട ക്വാളിറ്റി, എനിക്ക് ഇഷ്ടപ്പെടാൻ എന്താണോ കാരണമായത് അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്ന ഇപ്പൊ ചിത്രനോടായാലും ഞാൻ പറയാറുണ്ട് 42 കിലോ ബാഗുമായിട്ട് നീ എങ്ങനെയാ പോകുന്നേ. ഞാൻ എപ്പോഴും ചോദിക്കും, എടാ നിന്നെ സമ്മതിച്ച് എനിക്ക് പറ്റില്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ വ്ളോഗേഴ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനെ ഹിച്ച് ചെയ്ത് പേടിയില്ലാണ്ട് ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് നിന്നെ സമ്മതിക്കണം. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. എനിക്കറിയില്ല, മേ ബി ഞാൻ അവരൊക്കെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ആരും ഹെയ്റ്റ് ചെയ്യുന്നില്ല. സുധിഭക്തനായാലും എന്നെ പറ്റി മോശം പറഞ്ഞു, ഞാൻ ഹെയ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്കിഷ്ടമാണ്. ഞാൻ വീഡിയോസ് അങ്ങനെ ആരുടെയും പേഴ്സണലി കാണാറില്ല. പക്ഷെ എന്നാലും ആൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ ദിവസവും റൂം എടുത്തിട്ട് 5 സ്റ്റാർ ഹോട്ടലൊന്നും താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈവൻ പൈസ ഉണ്ടെങ്കിൽ എനിക്കത് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ട, അല്ലാതെ ഹെയ്റ്റ് ചെയ്യല്ലോ, അല്ലെങ്കിൽ ജലസി ആവുമല്ലോ. അതെ അതെ. ഈ പേടി എന്നുള്ള സംഭവം എപ്പോഴാണ് ലൈഫിൽ നിന്ന് പോയത് ശരിക്കും? എനിക്ക് പണ്ട് തൊട്ടേ ഇല്ല. എന്റെ പാരന്റ്സ് ഇപ്പൊ ഇന്റർവ്യൂല് ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചറിയാം. എനിക്ക് അങ്ങനെ പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പണ്ട് തൊട്ടേ എന്തും ചെയ്യാനും എവിടെയെങ്കിലും പോവാനും ഒറ്റയ്ക്ക് പോവാനും അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ പേടിയില്ല. നമ്മൾ യാത്രകളിലൊക്കെ ഇടയ്ക്ക് കണ്ടുമുട്ടുന്നവരായിട്ട് നമ്മൾ ഒരുമിച്ച് സ്റ്റേ ഒക്കെ ചെയ്യുന്നില്ലേ? അപ്പം നമ്മൾ എന്ത് വിശ്വാസത്തിലായി കുട്ടി സ്റ്റേ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി ഉണ്ടാവോ ഒരാളുടെ? നമ്മളുണ്ടല്ലോ ഒരുപാട് ആളുകളെ കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഐഡിയെങ്കിലും ഉണ്ടാവും. ഇവരുടെ സംസാരിക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാറില്ലേ. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇവർ സംസാരിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജും ഇവരുടെ എന്താ പറയാ സംസാരിക്കുമ്പോൾ നമുക്കൊരു തോന്നും, ഓക്കെ ഇവര് നല്ല ആൾക്കാരാണ്, ജെന്യുവിൻ ആൾക്കാരാണ്. അപ്പൊ ഞാൻ താമസിക്കുന്ന മാത്രമല്ല, ഞാൻ ഓരോ വീട്ടിലേക്ക് എന്ത് വിശ്വസിച്ചാ പോകുന്നത്. കാരണം അവരുടെ വീട് എവിടെയാണെന്ന് അറിയാതെ ഞാൻ ആ കാറിൽ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. മാപ്പിൽ നോക്കുമ്പോൾ ഒന്നും എനിക്കറിയില്ല, ചിലപ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ടാവും. ചുരമൊക്കെ കയറി മുകളിലേക്ക് കുന്നിന്റെ മലയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവരെ വിശ്വസിച്ചല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് എന്റെ രീതിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താ പറയാ കുറച്ച് ധൈര്യവും പിന്നെ എന്താ പറയാ ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നാല് എന്റെ കയ്യിൽ പെപ്പർ സ്പ്രേ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ ആയുധങ്ങൾ കയ്യിലുണ്ടാവും? പെപ്പർ സ്പ്രേ മാത്രമേ ഉള്ളൂ, നൈഫ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിങ്ങനെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ അങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടോ കാര്യം? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാ കൺട്രീസിലും ഇങ്ങനെ സമ്മതിക്കില്ല അങ്ങനെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനായിട്ട്. അവൈലബിൾ ആണെങ്കിൽ ഞാൻ മേടിക്കാറുണ്ട്, അങ്ങനെ കയ്യിൽ വെക്കാറുണ്ട് എമർജൻസിക്ക് വന്നാൽ. പിന്നെ ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നില്ലേ, ഈ ലോകത്ത് അവർക്കും പേടിയായിരിക്കും. അപ്പൊ നമ്മള് സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവരെന്നെ പേടിക്കും. മനസ്സിലായി? ഇപ്പോ അതിന് ടൂളായിട്ട് നമ്മളൊരു ക്യാമറ യൂസ് ചെയ്താൽ ഓക്കെയാണ്. എന്നിട്ടും ഇതാണെങ്കിൽ പോലും നമുക്ക് പേടിയില്ല. നമ്മളിങ്ങനെ പേടിച്ച് കരയുക, പാനിക് ആയി കഴിഞ്ഞാൽ മനസ്സിൽ പക്ഷെ പാനിക് ആയിരിക്കും, പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ബോൾഡാന്നുള്ള രീതിയിലായിരിക്കും. പേടി ഞാൻ റോബോട്ടൊന്നല്ലല്ലോ, മനുഷ്യനല്ലേ, എനിക്കും പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഉള്ളിൽ ഇങ്ങനെ വെക്കും, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യില്ലാന്ന് മാത്രം. ഒരു പുതപ്പിന്റെ വീഡിയോ അത് കണ്ടിരുന്നോ? കുറെ പേര് ചോദിക്കുന്നത്. അത് റീസെന്റ് 2 മാസം മുമ്പ് ഒരു വ്ളോഗർ ഇട്ടിട്ട് ഇതിന് എന്തുകൊണ്ട് ഈ കുട്ടി പ്രതികരിക്കുന്നില്ല, ഇത് എന്തുകൊണ്ട് പറയണില്ല. എല്ലാവർക്കും അരുണിമയുടെ ഒരു പ്രതികരണം അത്യാവശ്യമാണ് കേട്ടോ. കാര്യമായിട്ടൊരു പ്രതികരണം പ്രതികരിക്കാനുള്ള സമയമില്ല. അപ്പൊ കുറെ പേര്, അതായത് കമന്റ് സെക്ഷൻ 2 തരത്തിലാണ്, എപ്പോഴും ആയിരിക്കുമല്ലോ 2 തരത്തിലാണ് ആൾക്കാർ പറയുന്നത്. നിഴലാണെന്ന് പറയുന്നുണ്ട്, തണുത്തപ്പോ കാല് വലിച്ചിപ്പോ പുതപ്പ് പോയതാണെന്നുണ്ട്. ശരിക്കും എനിക്ക് 2 ഫോൺ ഉണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് നാൾ മുന്നേ, 6 months മുന്നേ ഒക്കെയാണ്. ഞാൻ ഓൾറെഡി എന്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഓൾറെഡി ആള് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ താമസിച്ചപ്പോ ഉണ്ടായിരുന്ന ഒരു ഏജിലുള്ള ഒരു പുള്ളിക്കാരൻ അപ്പുറത്തെ റൂമിലാണ്. ഡോറ് ലോക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാണ്. പിന്നെ ഓൾറെഡി എന്റെ പുതപ്പിന്റെ നീളം ഓൾറെഡി ഏതോ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, എനിക്ക് ഫുൾ ആയിട്ടില്ല എന്നുള്ളത്. ഞാൻ കാല് വലിക്കുന്നു, അത് മാറുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര വിയർഡായിട്ടാ ഫീൽ ചെയ്യുന്നത്. ആൾക്കാരാണ് ചിന്തിക്കുന്നത്, അവരുടെ ചിന്താഗതിനെയാണ് ഞാൻ
ഇതാക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത വീഡിയോ പിന്നെ നിഴലുണ്ട് പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല എന്ത് നിഴലാണ് എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഈവൻ ആ വീഡിയോ എന്നിട്ട് ഒരു 10 തൊട്ട് ഇരുന്ന് കണ്ടു. ഇതിലിപ്പോ എവിടെ നിഴല് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തെ കൈ പൊക്കൂലേ, അപ്പൊ അതിന്റെ ഷെയ്ഡ് അടിക്കുന്നതായിരിക്കും. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. അതിപ്പോ ആ വീഡിയോയിൽ മാത്രമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലും ഈ സെയിം സംഭവം ഉണ്ട് ഞാൻ പുതപ്പ് വലിക്കുന്നത്. അതെന്താരും പറയാഞ്ഞേ? ആ സെയിം സംഭവമാണല്ലോ. പക്ഷെ ഈ ഒരൊറ്റ ക്ലിപ്പ് എടുത്തിട്ട് കുറെ പേര് മനസ്സിലായി. അത് മാത്രല്ല ഈ തുർക്കിന്റെ ഇഷ്യൂ വന്നപ്പോ ഇതൊക്കെയാ പറയുന്നത്. അതെന്താ, അത് ഉണ്ടായ ടൈമിലൊന്നും അതിനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ എന്റെ എല്ലാ വീഡിയോസ് ഇരുന്ന് കുത്തിരുന്ന് കണ്ടിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആ പുതപ്പ് കണ്ടില്ലേ, പുതപ്പിന്റെ സംഭവം കണ്ടില്ലേ, എല്ലാം ജനറേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാരും ഇതുപോലെ പറഞ്ഞു ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എന്നാൽ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കൊച്ചു കാലിട്ട് വലിച്ചതായിരിക്കും. അല്ല, എന്റെ വീഡിയോസ് കാണുന്ന ഡെയിലി എനിക്കറിയാം ആരൊക്കെയാണ് കമന്റ് ഇടുന്നത്. മിനിമം ഒരു 50 കമന്റ്സ് ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വരും. അവർ എന്റെ സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ്. എന്റെ A to Z കാര്യങ്ങൾ അവർക്ക് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ ആരും ഹേറ്റ് ചെയ്യുന്നില്ല എന്നുകൊണ്ട് എനിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവണമെന്നില്ലല്ലോ. എന്തായാലും കുറെ ഹേറ്റേഴ്സ് ഉണ്ടാവും. ആ ഹേറ്റേഴ്സ് ആയിരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്നെ ഇഷ്ടപ്പെടാത്തായിരിക്കാം, എന്റെ പേഴ്സണാലിറ്റി ആയിരിക്കാം, എന്റെ ട്രാവൽ രീതി ആയിരിക്കാം. ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഹേറ്റേഴ്സിനോട് എന്ത് പറയാനുണ്ട്? ഹേറ്റേഴ്സിനോടൊന്നും എനിക്ക് പറയാനില്ല. അത് അവരുടെ ചിന്താഗതിയല്ലേ. അവരിപ്പോ എന്നെ ഹേറ്റ് ചെയ്യണം, അവർക്ക് ഓരോ എന്താ പറയാ, അവരുടെ മൈൻഡിൽ ഓരോ റീസൺ ഉണ്ടാവും എന്നെ ഹേറ്റ് ചെയ്യാൻ. സോ ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവരെന്നെ ഹേറ്റ് ചെയ്താലും ലവ് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ലവ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നെ ലവ് ചെയ്യുന്നുണ്ട്, ഹേറ്റ് ചെയ്യുന്നില്ല. എനിക്കത് മതി. ഓക്കെ, എനിവേ, അപ്പം ഇനിയുള്ള യാത്രകൾ അടിപൊളിയാവട്ടെ, മോശം അനുഭവങ്ങൾ കുറച്ചുണ്ടാവട്ടെ, അതെ കുറയട്ടെ. നമ്മളാരും നെഗറ്റീവ് കൂടുതൽ ഉണ്ടാവണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. പോസിറ്റീവ് ഉണ്ടാവണം തന്നെ ആഗ്രഹിക്കും. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട്. അത് നെഗറ്റീവ് നമ്മുടെ ഇതിലുണ്ടാകുമ്പോൾ വീഡിയോ അല്ല, സോഷ്യൽ മീഡിയ അല്ല ലൈഫ്, അതല്ലാത്തൊരു ട്രാവൽ ലൈഫ് എനിക്കുണ്ട്. അപ്പോൾ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മറന്നു കളയാൻ പറ്റില്ല. അത് നമ്മളെ ഹോണ്ട് ചെയ്യും. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂസ് വരും. കാരണം കണ്ടിന്യൂസ്ലി ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ അടുത്ത ആളും നമ്മളോട് സ്നേഹത്തോടെ വന്നാലും ഇപ്പോൾ ഒരാൾ ഫുഡ് വാങ്ങി തന്നാൽ ഞാൻ ആലോചിക്കും എന്തിനാ അവരെന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്തേ. അങ്ങനത്തെ ട്രസ്റ്റ് ഇഷ്യൂസ് വരും. നമ്മളെ മെന്റൽ ഹെൽത്ത് വീക്ക് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആളുകൾക്ക് അറിയണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഉള്ള ഈ ഒരു ചാമും ചില്ലും ആയിട്ടുള്ള ആള് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ട്രാവൽ വ്ലോഗ്സ് ഇനിയും വരട്ടെ. മോശം അനുഭവങ്ങൾ കുറച്ചുണ്ടാവട്ടെ. താങ്ക് യു. ഒരുപാട് ട്രാവൽ ചെയ്യും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഉറപ്പ് ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.